ഹേയ് ഗായ്സ്, ശ്രീ ഹിയർ. പിക്സൽ 9 Pro XL എനിക്ക് കുറച്ച് ആഴ്ചകളിലേക്ക് യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആൻഡ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഒരു ക്യാച്ചി ഫ്രേസ് നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ, ആ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇത്രയും ലൈവ്ലി ആയിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ട് എന്താ പറയുന്നത്, ഒരു ലിവിങ് ഗാഡ്ജറ്റിൻ്റെ അടുത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയ. ആൻഡ് വൺ ഓഫ് മൈ ബെസ്റ്റ് പിക്സൽ എക്സ്പീരിയൻസ്. പിക്സൽസിൽ നിന്ന് അവർക്ക് ഫണ്ടമെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 8 ആണല്ലോ, 6 ആണല്ലോ, 7 ആണല്ലോ, ഒരുപാട് ഫണ്ടമെൻ്റൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അത്യാവശ്യം റിയലി ഗുഡ് പിക്സൽ. എനിക്ക് കാശുണ്ടെങ്കിൽ ശരിക്കും ഞാൻ വാങ്ങിച്ചേനെ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് നോട്ട് പെർഫെക്റ്റ്. ആദ്യമേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ലുക്ക്. ഇറ്റ്സ് ക്ലാസി, സെക്സി, എന്താ പറയാനുള്ള ഒരു ഓർണമെൻറ്റ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതിനാണെങ്കിൽ അത് ട്രാൻസ്പെറൻറ്റ് കേസും കൊടുത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നോട്ടം കിട്ടും. ആ ഒരു ബീച്ച് കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രീമിയം എലഗൻറ്റ് സാധനമാണ്. പക്ഷേ അസൈഡ് ഫ്രം ലുക്സ് ആൻഡ് എസ്തെറ്റിക്സ് അത് നല്ലോണം ബിൽട്ടും കൂടെയാണ് കേട്ടോ. ഭയങ്കര സോളിഡാണ്. നിങ്ങൾ ജെറിയറിക്കിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടാവും, നമുക്കറിയാം. വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അത് ഓടിയൊന്നുമില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. അതിനകത്ത് നല്ല അലുമിനിയം കൺസ്ട്രക്ഷനും ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2. അതേപോലെ തന്നെ 221 grams. 221 grams വേറെ എന്തിൻ്റെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഇറ്ററേഷനും അത് സെയിം വെയിറ്റ് ആണ്. വെയിറ്റ് വരെ 1:1. അതവർ കോൺഷ്യസ്ലി ചെയ്തതാണോ? മേ ബി, നമുക്ക് നോക്കാം. അത് ഞാൻ മിസ്റ്റർ ഹൂസ് ദ ബോസിൻ്റെ വീഡിയോ അടിച്ചു പറ്റിയത്. എന്തായാലും ജോക്സ് അസൈഡ് നമുക്ക് പറയാൻ പറ്റും, നല്ലോണം ബിൽട്ടായിട്ടുള്ള IP68ഉം നല്ല കൺസ്ട്രക്ഷനും എല്ലാം ഉണ്ടായിട്ട് തന്നെ ഫോൺ ഇസ് പ്രെട്ടി സോളിഡ് ഇൻ ഹാൻഡ്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡിസൈൻ എലമെൻറ്റ്സ് അതേപോലെ നിൽക്കുന്നുണ്ട്. ആ റേസ്ഡ് ക്യാമറ ബമ്പും അതെല്ലാം നമുക്ക് എന്താ പറയുക, ഫിംഗേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു സൂപ്പർബ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേൻ്റെ അടുത്തുള്ള ബെസൽസിനെ കുറിച്ച് പറഞ്ഞാലോ, അത് വളരെ തിന്നാണ്. തിൻ മാത്രമല്ല, ത്രൂ ഔട്ട് യൂണിഫോം ബെസൽസ് ആണ്. അത് ശരിക്കും ഒരു സ്റ്റാൻഡ് ഔട്ട് പ്രീമിയം ഫീച്ചറാണ്. 1 ലക്ഷം രൂപയ്ക്ക് എല്ലാ ഫോണിലും ഉണ്ട്, പക്ഷെ പറയുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഡിസ്പ്ലേ ഇസ് ജസ്റ്റ് സൂപ്പർബ്. 3000 nits, LTPO, 120 Hz, HDR10+, കിഡിലൻ കളേഴ്സ്, കിഡിലൻ ബ്രൈറ്റ്നെസ്, എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ്. സാംസങ്ങിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് സാംസങ് ആ പാനൽ കൊടുക്കുന്നത്. എന്നാലും ഞാൻ പറയാൻ പോവാ, സൂപ്പർ പാനലാണ്. നല്ലോണം കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാച്ചുറേഷൻ അടിച്ച് വെറുപ്പിക്കുന്ന സ്കീമൊന്നുമില്ല. ഡിസ്പ്ലേനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അത്യാവശ്യം സൂപ്പർ ഡിസ്പ്ലേ. ഇപ്പം നിങ്ങൾ കോണ്ടന്റ് കൺസ്യൂം ഒക്കെയാണല്ലോ, സ്പീക്കേഴ്സിനെ കുറിച്ച് പറയാം. നല്ല സ്റ്റീരിയോ സെറ്റപ്പ് ആട്ടോ അവിടത്തേക്ക്. അത്യാവശ്യം ക്ലിയർ, ക്രിസ്പ് ആൻഡ് ബേസി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ വിവോയുടെ സ്മാർട്ട് ഫോൺ ആയിരുന്നു, വിവോയുടെ X200 ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇല്ലാത്തോട്ട് വന്നപ്പം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഇച്ചിരൂടെ ഒരു റിഫൈൻഡ് സ്പീക്കർ, ഇച്ചിരൂടെ നല്ല സ്പീക്കറാണ്. സൗണ്ട് ഔട്ട്പുട്ട് മോസ്റ്റ് പ്രോബ്ലി എല്ലാ ഫ്ലാഗ്ഷിപ്പിനും ഉള്ള അതേപോലെ ഉള്ളൂ, പക്ഷേ സ്പീക്കേഴ്സും അടിപൊളി. ആൻഡ് ഹാപ്റ്റിക് എൻജിൻ, വൈബ്രേഷൻ മോട്ടർ അത്യാവശ്യം സൂപ്പറായിട്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇച്ചിരി ഞാൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ കൂടുതൽ പറയാനുള്ളത്. കാരണം ഒരു ഹാപ്റ്റിക്സ് ഈ ഫോണിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന സൂപ്പർ ഒരു സംഭവം കേട്ടോ. അതാണ് ഈ ഫോണിനെ ഇത്ര ലൈവ്ലി ആക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ എല്ലാവർക്കും ഉള്ള കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്. ഗൈസ്, ബാറ്ററി ലൈഫ് ആദ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരു പിക്സൽ ഫുൾ ഡേ മോർ ദാൻ സാറ്റിസ്ഫാക്ടറി ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. എനിക്ക് പിക്സൽ 9 Pro XL ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിനകത്ത് എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ അറ്റ്ലീസ്റ്റ് ഒരു 20-30% എൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു രീതിയിലും ഒരു ഹെവി യൂസറല്ല. ഞാൻ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നതല്ല. ഞാൻ ഒരുപാട് ഭയങ്കര റീലൊന്നും കാണത്തില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ്, അതിനകത്തൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗെയിം കളിച്ചൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനകത്ത് ക്യാമറയിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ ഉപയോഗിക്കുമ്പം ചില ബ്രാൻഡ്സിനാണെങ്കിൽ ഭയങ്കര ഡ്രെയിൻ ആവുന്ന ഫീൽ ഒന്നുമില്ല. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെ ബാറ്ററി ഇരിക്കുന്നത്. നിങ്ങളൊരു 6.5 to 7 hours ഒക്കെ സ്ക്രീൻ ടൈം കിട്ടും പിക്സലിൽ. യെസ്, അത് വളരെ വലിയൊരു കാര്യമാണ്. എന്തായാലും ബാറ്ററി ലൈഫിൽ ഐ ആം പ്രിറ്റി സാറ്റിസ്ഫൈഡ്. നിങ്ങളും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇറ്റ്സ് സൂപ്പർ. എങ്ങനെയായാലും ഒരു 1 day നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പം 1,20,000 രൂപ, 1 ലക്ഷത്തിന് മേളിലൊക്കെ കൊടുക്കുമ്പം യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ബെസ്റ്റ് പെർഫോമൻസ്. അതാണ് എൻ്റെ കൺസേൺ. അല്ലാതെ പെർഫോമൻസ് കൊള്ളില്ല എന്നല്ല. എന്തിച്ചിട്ട് ഡീപ്പ് ഡാർക്ക് വെബ് റിസർച്ച് എന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ റീഡ് റൈറ്റ് സ്പീഡും അങ്ങനത്തെ ചെറിയ കാര്യത്തിനകത്തൊക്കെ ഇവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ S24 Ultra അത്രയും വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമെൻസിറ്റീൻ്റെ അത്രയൊന്നും വരുന്നില്ല. ടെൻസർ G4 എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നോട്ട് ഫോർ പവർ യൂസേഴ്സിനെ ഓറിയൻറ്റ് ചെയ്തേക്കുന്ന നല്ല ഈ ഫോൺ ഇറക്കിയേക്കുന്ന ഡിസൈൻ ചെയ്തേക്കുന്ന ഒന്നും. പക്ഷെ അവർക്ക് യൂസബിൾ ആണോ എന്ന് വെച്ചാൽ യൂസബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഫോണിൻ്റെ ഇഞ്ച് ടു ഇഞ്ച് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര അതിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം ഡിസ്കവർ ചെയ്ത് മാക്സിമം പെർഫോമൻസ് വേണ്ട ഒരാളാണെങ്കിൽ
ദിസ് ഇസ് നോട്ട് ദ ഫോൺ ഫോർ യു. അത് പക്കായിട്ട് ഞാൻ പറയാം, അങ്ങനെയുള്ളവർക്കല്ല ഈ ഫോൺ ഓറിയൻറ്റ് ചെയ്തതിന് എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. ആൻഡ് അതിന് പറ്റിയ ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. സി ഡോണ്ട് ഗെറ്റ് മീ റോങ്, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു GPU കാര്യങ്ങളും ഒക്കെയാണ്. ഏത് കിടിലം ഗെയിംസ് കളിച്ചാലും നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഗെയിമിംഗ് സെഷനിലൊക്കെ അടിപൊളിയായിട്ട് നിൽക്കും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്രേ പറയുള്ളൂ, നോട്ട് ദ ബെസ്റ്റ്. പക്ഷേ ഈ പിക്സൽ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഒരു 1,00,000 രൂപയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആൻഡ് 16 GB റാം വരുന്നുണ്ട്. അത് AI പ്രോസസ്സിങ്ങിനൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറയണേ, വലിയ ഗുഡ് ഫോർ അസ്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, ഈ ഫോൺ ഒരു 15-20 ദിവസം ഞാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് സെയിലിലാണ്. ഒരു 80K അറൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് മേടിക്കാനാണ് ഞാൻ പറയൂ. താഴെ ABC മൊബൈൽസിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. വേറൊരു കാര്യം കൂടെ, പുതിയൊരു വൈറസ് ഒക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് ആവുന്നതിന് മുമ്പ് ഇച്ചിരി പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സഹായിക്കും. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഗൈസ്, ഐ ആം ഹാപ്പി ടു റിപ്പോർട്ട് ആദ്യമായിട്ട് എനിക്കൊരു പിക്സൽ ഓവർ ഹീറ്റ് ആവാതെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം സിമ്പിളാണ്, അവർ വേപ്പർ കൂളിംഗ് ചേമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ ഒന്നും കണക്കല്ലാതെ. ബെറ്റർ ആയിട്ടൊരു കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് തന്നെ അത് നമുക്ക് കാണാനും പറ്റും. ഭയങ്കരമായിട്ടും ചൂടാവത്തില്ല. പക്ഷേ എന്നാലും ഗെയിം കളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സൈഡ് റെയിൽസ് ഒക്കെ ഒരു ചെറിയൊരു ടോസ്റ്റ് ആകാറുണ്ട്, അത്യാവശ്യം ചൂടാകാറുണ്ട്. പിടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഡിസ്കംഫർട്ടബിൾ ഫീലും വരും. ഒരുപാട് നേരം ഗെയിമിംഗ് സെഷനൊക്കെ കളിക്കാം. ഞാനൊരു ഗെയിമറല്ല, പക്ഷേ ഗെയിം കളിക്കുന്നവർക്ക് കൊടുത്തപ്പം അവർക്ക് പക്കായിട്ട് നല്ല എക്സ്പീരിയൻസ് തന്നെ കിട്ടിയ. എസൈഡ് ഫ്രം ദ ഹീറ്റിംഗ്, ഒരു കേസൊക്കെ ഇടുവാണെങ്കിൽ ഹീറ്റിംഗ് ഭയങ്കരമായിട്ട് മാനേജ് ആണ്. നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗെയിം നിങ്ങൾ കളിക്കാതെ വാട്സാപ്പ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കില്ല. ക്യാമറ ഉപയോഗിക്കുമ്പോഴും ഭയങ്കരമായി ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഫേസ് ചെയ്തില്ല കേട്ടോ. ആ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് വാം ആവും, ബട്ട് നത്തിങ് വെരി ഡിസ്ട്രാക്റ്റീവ്. സോ ക്യാമറാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ഐ ലവ് ഇറ്റ് ബട്ട് നോട്ട് ദി ബെസ്റ്റ്. അതെനിക്ക് പറയാനുള്ളത്. പിക്സൽ അവരുടെ പ്രോസസ്സിങ്ങിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ഹാർഡ്വെയർ ഗെയിം ഇതുവരെ അവർ അപ്പ് ചെയ്തെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ അത്ര അപ്പ് ചെയ്തിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അതാണ് സത്യം. ഇപ്പം വിവോ X200 Pro ഒക്കെ അവരൊക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം S24 Ultra ഒരു വർഷം പഴക്കമുണ്ടല്ലോ, അതൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 16 Pro ഉണ്ടല്ലോ, അതൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ലെവലിൻ്റെ തൊട്ട് താഴെ ഇത് നിൽക്കുന്നത്. അതാണ് എനിക്ക് ഈ ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ പിക്സൽ ഇതിൻ്റെതായ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ സ്കിൻ ടോൺ എപ്പോഴും കറക്റ്റായിട്ട് നെയിൽ ചെയ്യും. കാരണം അവർ സ്കിൻ ടെമ്പറേച്ചറൊക്കെ പക്കയായിട്ട് ചെയ്യും. അവർ വൈറ്റ് ബാലൻസ് എപ്പോഴും കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ദേ ആർ ഡൂയിങ് ഇറ്റ് അമേസിങ്. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അമേസിങ് ജോബ് തന്നെ. പക്ഷേ പോർട്രേറ്റ്സിലോട്ട് വരുമ്പോഴാണല്ലോ എഡ്ജ് ഡിറ്റക്ഷൻ പോരാ. അതിൻ്റെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓവർ കോൺട്രാസ്റ്റി ഫീൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് HDR ഒക്കെ പക്കയായിട്ടോ, ഇവരുടെ HDR ഒക്കെ സൂപ്പർബാണ്. പക്ഷേ ഐ എം നോട്ട് ലവിങ് ഇറ്റ്. അതാ പറയുന്നത്. എസ്പെഷ്യലി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് X200 Pro ഉപയോഗിച്ചിട്ട് ഇതിനകത്തോണ്ട് വന്നപ്പോഴാണ് തോന്നുന്നത് എനിക്ക് ക്യാമറ സിസ്റ്റം അത്രയ്ക്ക് ആ ഒരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്നൊന്നും തോന്നിയില്ല. അതിൻ്റെ ലെൻസ് സ്വിച്ചിങ്ങും അതിൻ്റെ ആപ്പും അതിൻ്റെ അകത്ത് ക്യാമറയുടെ ഇൻ്റർഫേസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലെൻസ് സ്വിച്ച് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ഫോണാണെന്നൊന്നും ഒരു ഫീൽ കിട്ടത്തില്ല. കാരണം സ്റ്റഡറി ലാഗി ഫീലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തായാലും പിക്സൽ വർക്ക് ഓൺ ചെയ്യണം. ബട്ട് സോഫ്റ്റ്വെയർ വൈസ് നോക്കുവാണെങ്കിലും അവരുടെ മാജിക് എന്താ പറയുക, ഫോട്ടോ എഡിറ്റർ, അവരുടെ കളർ പ്രോസസ്സർ, അങ്ങനത്തെ കുറച്ച് ഗുണമുള്ള ഇറ്ററേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇൻ ജനറൽ എൻ്റെ ക്യാമറ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ബട്ട് ശരിക്കും 1,00,000 രൂപ എടുത്ത് നോക്കുമ്പം എല്ലാവരും പ്രൈം കൺസിഡറേഷനിൽ വെക്കുന്നത് ക്യാമറയാണ്. അതിനുള്ള ക്യാമറ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. കാരണം കോമ്പറ്റീഷൻ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, X200 ക്യാമറ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പ്രോബബ്ലി അതായിരിക്കും പ്രിഫർ ചെയ്യണം. പക്ഷേ ഇതിനകത്ത് ക്യാമറയിൽ ഒരുപാട് സോഫ്റ്റ്വെയർ മാജിക് ഉണ്ട്. ഇപ്പം 8K വീഡിയോസ് എന്നൊക്കെ പറയുന്ന ഒരു സ്കാമാണ്, അത് വെറുതെയാണ്. നിങ്ങൾ 1080p വീഡിയോ എടുത്ത് അപ്സ്കെയിൽ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ സൂപ്പർ റസ് സൂം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതിപ്പം 30x മാക്സിമം സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് സൂപ്പർ റസ് സൂം ഇട്ട് നിങ്ങൾ എന്താ പറയുക പ്രോസസ്സ് ചെയ്യുമ്പം ആർട്ടിഫിഷ്യലി ഡീറ്റെയിൽസ് ആഡും ചെയ്യുക. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ഫീച്ചറാണ്, അത് നല്ലതാണ്. ബട്ട് അതിൻ്റെ റൺ ആൻഡ് ഗൺ സിറ്റുവേഷൻ, ഈ നമ്മൾ സാധാരണക്കാർ ഓടിയെടുക്കുമ്പോൾ നല്ലൊരു സാധനം വന്ന് ഫോട്ടോ എടുക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ആ ഒരു ടോപ്പ് ടിയർ 4-5 സ്മാർട്ട് ഫോണിൻ്റെ അത്രയും കൂടെ പിടിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. നമുക്ക് S25 Ultra അടുത്ത മാസം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാമറാസിൽ ഐ എം സാറ്റിസ്ഫൈഡ്, ബട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും പക്ക. വീഡിയോസിനാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ക്വയറ്റ്ലി നോട്ട് ദി ബെസ്റ്റ് വീഡിയോസ് എന്ന് സത്യസന്ധമായിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. സോ ഇനി നമുക്ക് എന്തിനാണ് നിങ്ങൾ പിക്സൽ മേടിക്കുന്നത്? വൈ ഷുഡ് യു ബൈ ദ പിക്സൽ? വൈ ഐ ലവ് ഇറ്റ്? വൈ പീപ്പിൾ കീപ് ബൈയിങ് പിക്സൽ? സംഭവം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൂട്ടുകാരൻ വരണം, അവന്മാരെ പറ്റിയ പിക്സൽ ലോയൽറ്റിയാണ്. കാരണം അവന്മാർക്ക് വേറെ ഒരു ഫോണിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് സംഭവം.
ഇറ്റ് ഇസ് സോ ലൈവ്ലി, ഇറ്റ് ഇസ് സോ ഇൻട്രാക്റ്റീവ് ആണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ലിറ്ററലി വൺ ഓഫ് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർസ് ഔട്ട് ദെയർ. ഞാൻ നേരത്തെ വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് തന്നെ പറയാം. ഇവർ ചെറിയ ഫ്ലാഷ് തൊട്ട് എന്താ പറയുക, നമ്മൾ എന്താ ബ്രൈറ്റ്നസ് കൂട്ടുന്ന വരെ ചെറിയൊരു ഇൻട്രാക്റ്റീവ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഒരു ജീവനുള്ള ഒരു വസ്തുവായിട്ട് ഇടപെടുന്നതിൻ്റെയൊക്കെ കണക്കൊരു ഫീൽ, ഒരു ഇൻട്രാക്റ്റീവ് ഫീൽ എനിക്ക് ഇത്ര വേറെ ഒരു ഫോണിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. iOS-ലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നുമില്ല. അതേപോലെ അവരുടെ ചെറിയ സ്മൂത്ത് അനിമേഷൻസും അവരുടെ ഗൂഗിളിന് തന്നെ കസ്റ്റം ക്രിയേറ്റഡ് വാൾപേപ്പേഴ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എഐനെ കുറിച്ച് വേറെ സെപ്പറേറ്റ്. ഇറ്റ്സ് എ സൂപ്പർ സോഫ്റ്റ്വെയർ മാത്രമായിരിക്കും. ശരിക്കും ഈ പിക്സൽ സോഫ്റ്റ്വെയർ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2-3 days യൂസ് ചെയ്യണം, എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു കടയിൽ പോയി എക്സ്പീരിയൻസ് ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫീൽ കിട്ടത്തില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് AI സോഫ്റ്റ്വെയർ. എനിക്കത് പിക്സൽ സ്റ്റുഡിയോ, പിക്സലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് AI ഇംപ്ലിമെൻറ്റേഷൻസും ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്. ജെമിനി ഇതിനകത്ത് നല്ലോണം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ജെമിനിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ സൂപ്പർ അഡ്വാൻസ്ഡ് സാധനമാണ്. പക്ഷേ ജെമിനിന് ഇപ്പോഴും അറിയത്തില്ല ചില ഗൂഗിൾ അസിസ്റ്റൻറ്റ് ചെയ്യുന്ന കാര്യത്തിനാണോ നല്ലത്. നമുക്കിപ്പോഴും കൺഫ്യൂഷൻ വരും, ജെമിനി ആണോ ചെയ്യുന്നത് നല്ലത്, ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണോ? ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പോകും. അതുപോലത്തെ ഒരുപാട് AI റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ തന്നെ റെക്കോർഡിംഗ് ആപ്പും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ എപ്പിറ്റം. സോഫ്റ്റ്വെയർ ആണ് ഞാൻ പറഞ്ഞില്ല, ഈ ഫോൺ ആകെ എനിക്ക് ലാഗ് ബിഹൈൻഡ് ആയിട്ട് തോന്നിയത് ബാക്കിയുള്ള ടോപ്പ് ടിയർ സ്മാർട്ട് ഫോൺസുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിന് ക്യാമറയാണ്. പക്ഷേ സോഫ്റ്റ്വെയറിൽ അത് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും പിക്സലിന് അറിയാമല്ലോ, യു ആർ ദ എക്സ്ക്ലൂസീവ് മെമ്പർ. അതിൻ്റെ ആ ഒരു പ്രശ്നമില്ല. പിന്നെ പിക്സലിനെ വാങ്ങിക്കുമ്പം നിങ്ങൾക്ക് ഒരുപാട് അതിന് മെമ്പർഷിപ്പും കാര്യങ്ങളും അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സോഫ്റ്റ്വെയർ ഇസ് 10 out of 10. ഇതിന് എനിക്ക് എടുത്ത് പറയാനുള്ള രണ്ടൊന്ന് കാര്യം, നിങ്ങൾക്ക് കോൾ പരിപാടിയല്ലേ, സെല്ലുലാർ സാധനങ്ങളുണ്ടല്ലോ, സാധാരണ സിഗ്നൽ കട്ടാവുന്ന ഇഷ്യൂ ഒന്നുമില്ല. അവർ നല്ല മോഡോ ആയിട്ടോ ഉപയോഗിച്ചേക്കുന്നത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഓൾമോസ്റ്റ് ബഗ്സ് ഒന്നും ഇല്ലാത്തൊരു എന്താ ടു ഗുഡ് ടു ബി ട്രൂ പിക്സലായത്. ഇതിനകത്ത് ആ ക്യാമറയും കൂടെ എനിക്ക് തോന്നുന്ന X200 Pro-ൻ്റെ ഒക്കെ കണക്കത്തെ സാധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഹാൻഡ്സ് ഗോട്ട് ഫോണായതിനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി ഫോണാണ്, വേറെ ഒന്നും എനിക്ക് പറയില്ല. പക്ഷേ ക്യാമറയാണ് നിങ്ങളുടെ പ്രൈം എപ്പിറ്റം ഓഫ് ഡിസിഷൻ മേക്കിംഗ് എങ്കിൽ ഞാൻ വേറെ ഫോണിലോട്ട് ലീഡ് ചെയ്യാൻ പറയും. അതല്ലാത്ത പക്ഷേ ഇത് സൂപ്പറാണ്. ലവ് ഇറ്റ്. ദിസ് ഫോൺ ഡിസേർവ്സ് ഇറ്റ്സ് റെക്കഗ്നിഷൻ. ആൻഡ് എസ്പെഷ്യലി ഇതിപ്പം പ്രൈസ് കുറഞ്ഞ് വരുവാണ്. ആ ഒരു വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ എനിക്കിതാ പറയാനുള്ള ചെറിയ ഡ്രോബാക്സ് ഓൺ ക്യാമറ, പക്ഷേ വലിയ ബെനിഫിറ്റ്സ് ഓൺ സോഫ്റ്റ്വെയർ. ആ ഒരു ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ എവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗൈസ്, Sri here. Talk to you guys later. Love you. Subscribe.